സുഹൃത്താന്റെ കുറവാണ് സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പ്രത്യേക സമര പോരാളി കൂടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴ സുഖീതനാണ്. ആ അർത്ഥത്തിൽ തനിക്ക് തന്റെ സാമൂഹ്യ ജീവിതത്തിൽ തനിക്കും തനിക്ക് തക്കത്തെ ബോധ്യമുള്ള സംഗതികൾക്കെതിരായിട്ടുണ്ട്. തന്റെ വരയിലൂടെയാലും ശരി, എഴുത്തിലൂടെയാലും ശരി, ഒറ്റയാളുടെ പോരാട്ടം നടത്തുന്ന കാര്യത്തിൽ സുമൻ സാർ മറ്റ് ഒന്നിനെയും ഭാഗവച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതൊരു സാഹചര്യത്തിൽ ആ ഒറ്റയാൾ പോരാട്ടം എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും യുവാദി പ്രസ്ഥാനത്തിലും സമൂഹത്തിലുള്ള ആരും തന്നെ എല്ലാവരും ആ അർത്ഥത്തിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന വ്യക്തികളായിരിക്കില്ല. എനിക്കറിയാം, തൃശ്ശൂർ പവനാണ് അക്കാര്യത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ള വ്യക്തി. സാഹിത്യ അക്കാദമിയിൽ എഴുത്തി നിർത്തുന്ന ചടങ്ങ് നടത്തുന്ന രീതി, മറ്റു ചില വിഷയങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ പവനൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയിരുന്നു. പിന്നീടുള്ള ഒറ്റയാൾ പോരാട്ടത്തെ കുറിച്ച് കേൾക്കുന്നത് സുമൻ സാറാണ്. തന്റെ ചുറ്റുപാടിലുള്ള ആ വ്യവസ്ഥയ്ക്കായിട്ട് പ്രതികരിക്കുന്ന വിഷയങ്ങളിൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് ചിരപരിചിതമായ വരയിലൂടെ തന്റെ കാർട്ടൂണുകളിലൂടെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സുമൻ സാർ. തീർച്ചയായും സുമൻ സാർ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെടിവെട്ടുള്ളതിന് കൊടുക്കാൻ കഴിഞ്ഞത് ആ വീട്ടുകാരുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ്. തന്റെ ജീവിതം മുഴുവൻ ഇത്തരം പുരോഗമന ചിന്തയ്ക്കും ശാസ്ത്രീയ കാഴ്ചപ്പാടുകളും യുക്തിവാദ ആശയത്തിൽ ജീവിച്ച മനുഷ്യനെ മരണശേഷവും അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ തന്നെ പൊതുസമൂഹം കാണണമെന്ന വീട്ടുകാരുടെ നിശ്ചയദാർഢ്യം അതിനെ ഒരിക്കലും നമുക്ക് വെച്ച് കാണാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിലും പല വലിയ യുക്തിവാദികൾക്കുണ്ട്. ഒരുപക്ഷെ നേരത്തെ അവരുടെ മരണശേഷം ചടങ്ങുകളോട് ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി അവരെ അടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ചിലർക്കെങ്കിലും കാണാൻ കഴിയും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് സുമൻ സാറിന്റെ കുടുംബം അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ പൊതുസമൂഹം ഒരിക്കലും ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. കാരണം മരണശേഷം അദ്ദേഹം ഇന്ന രീതിയിലായി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബം എടുത്ത തീരുമാനത്തെ യുവാദി സംഘം എക്കാലവും നന്ദിയുടെ അക്കാര്യത്തിൽ സ്മരിക്കുകയാണ്. എല്ലാവർക്കും രീതിയല്ല, പലപ്പോഴും പല സ്ഥലത്ത് പല ആളുകൾക്ക് ലഭിക്കാത്ത ഒരു രീതിയാണ് മൊത്തത്തിൽ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് സാർ അടക്കമുള്ള എനിക്കറിയാവുന്ന ആണെന്നുള്ളതൊക്കെ പറയാണ്. അദ്ദേഹം അടുത്ത കാലത്തിൽ ജീവിക്കുന്നതുമാണ്. അദ്ദേഹം അടക്കം ഈ കാര്യത്തിലേക്ക് എടുക്കുന്ന നിലപാടുകളെ അത് വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. തീർച്ചയായും കേരള യുവാദി പ്രസ്ഥാനത്തിൽ കേരള സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലങ്ങളെല്ലാം ആലപ്പുഴ ജില്ലയിലെ യുവാദി പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ യുവാദി പ്രസ്ഥാനത്തെ ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തും പത്രത്തിലെ ടി സോഴൻ കത്ത് കേരളത്തിലും കത്തുകളുടെ അവസാനം ടി സോഴൻ ആലപ്പുഴ എന്ന് വായിക്കുന്ന എത്രയോ ചെറുപ്രായത്തിലുണ്ട്. ആ അർത്ഥത്തിൽ മനസ്സുകളിൽ യുവാദ ആശയമുള്ളവരുടെ മനസ്സുകളിൽ ആലപ്പുഴ ജില്ലയിലും ഗവൺമെന്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാം മനസ്സുകളിലൊക്കെ തന്നെ ഈ പേര് എന്നും ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം ഒരാളുടെ അനുസ്മരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയായും എനിക്കും ഞങ്ങളെപ്പോലുള്ള മറ്റുള്ളവർക്കും അവിടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പാഠപുസ്തകമാവട്ടെ അല്ലെങ്കിൽ അതൊരു വഴികാട്ടിയാവട്ടെ സുമൻ സാർ എന്ന വാക്യത്തിന്റെ അവസാനത്തിൽ സ്മരിച്ചുകൊണ്ട് കേരള യുവാദി സംഘത്തിന്റെ ഇവിടെ പേരിൽ സുമൻ സാറിനുള്ള എല്ലാ ആദരവും ഇവിടെ അർപ്പിച്ചുകൊണ്ട് നന്ദി.